സുരേഷ് ഗോപി കള്ളന്മാരിലെ സത്യസന്ധൻ, ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് ചെയ്തതെന്ന് തുറന്നു പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വാ മോനെ വാ, രാഹുൽ മോനെ വാ, നിനക്ക് വേണ്ടിയായിരുന്നു ഇത്രയും നാൾ വെയിറ്റിംഗ്. വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി ഇലക്ഷനിൽ മത്സരിച്ച നിനക്ക് എന്ത് യോഗ്യതയാടാ മറ്റുള്ളവരെ കള്ളനെന്ന് വിളിക്കാൻ? ലേശം ഉളുപ്പ് അതില്ല എന്നറിയാം. അതുണ്ടെങ്കിൽ നീ വെള്ളയിട്ട് നടക്കത്തില്ലല്ലോ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസൊന്നും എടുത്തില്ലല്ലോ എന്ന് വാദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വാനരന്മാരോട് ചോദിച്ചോട്ടെ. സുരേഷ് ഗോപിക്കെതിരെ എന്ത് നിയമ നടപടിയാണ് എടുത്തിട്ടുള്ളത്? നിയമം അനുശാസിക്കുന്ന രീതിയിൽ വോട്ട് ചേർത്തു, രണ്ടിടത്ത് വോട്ട് ചെയ്തു എന്നതിന് ഒരു തെളിവുമില്ല. ഒരു നിയമ നടപടിയും ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ പിന്നെ ഈ കള്ളനെന്ന് മാങ്കൂട്ടം സാറ് അഭിസംബോധന ചെയ്യുന്നതിന്റെ ഔചിത്യം എന്താണ്? യഥാർത്ഥത്തിൽ കള്ളവോട്ട് ചെയ്തത് നിങ്ങളുടെ പാർട്ടിയല്ലേ? വിരലിലെ മഷി മായ്ക്കാനുള്ള ദ്രാവകം കൊണ്ടുകെടുത്തു എന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തിയത് നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ? വി.ഡി. സതീശന് 2 മണ്ഡലത്തിൽ വോട്ടുള്ള കാര്യം മാങ്കൂട്ടം സാറിന് അറിയാമോ? രമേശ് ചെന്നിത്തലയുടെ അമ്മയ്ക്ക് 2 മണ്ഡലത്തിൽ വോട്ടുള്ള കാര്യം മാങ്കൂട്ടം സാറിന് അറിയാമോ? പക്ഷേ തന്നെ പോലെ ഒരു തേർഡ് റേറ്റ് രാഷ്ട്രീയക്കാരന്റെ നിലവാരത്തിലേക്ക് താഴ്ന്ന് ഇതിനെയൊന്നും തെറ്റ് എന്ന് ഞാൻ പറയില്ല. ഇതൊക്കെ സ്വാഭാവികമായും സിസ്റ്റത്തിൽ വരുന്ന പിഴവുകളാണ്. അത്രേ സംഭവിച്ചിട്ടുള്ളൂ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും. അതിന് കിടന്ന് തിളയ്ക്കുന്ന തന്റെ ഒരു മുഖം ഞാൻ മറന്നിട്ടില്ല. അത് ഏതാണെന്നറിയാമോ? പാലക്കാട് ഇലക്ഷന് മത്സരിക്കുമ്പോൾ SDP പോലെയുള്ള ഒരു വർഗീയവാദി പാർട്ടിയുടെ വോട്ട് വേണ്ടേ എന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ബിസ്ക്കറ്റും ചായയും വായിലിട്ട് തന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. സാക്ഷാൽ മോഹൻലാൽ പോലും ആ സീനിൽ തന്റെ മുമ്പിൽ തോറ്റുപോകുമായിരുന്നു. വീണ്ടും ചോദിക്കുന്നു, ലേശം ഉളുപ്പ്. ചോദിച്ചിട്ട് കാര്യമില്ല എന്നറിയാം, എങ്കിലും വല്ല കൂലിപ്പണിക്കും പോയി ജീവിച്ചാൽ ഇതിലും അന്തസ്സുണ്ടാവും.